ഹായ് ഓൾ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻട്രിയിലേക്ക് സ്വാഗതം. അതായത് ഇത്തവണത്തെ RRB ജൂനിയർ എഞ്ചിനീയർ എക്സാമിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഏത് സോണാണ് സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഇപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഏത് സോൺ സെലക്ട് ചെയ്യുക, വളരെ കെയർഫുൾ ആയിട്ട് നിങ്ങളൊരു സോൺ സെലക്ട് ചെയ്യാവും. എന്തുകൊണ്ടൊക്കെയാണ് അതിന് കാരണം എന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് ഡിസ്കസ് ചെയ്യും. കാരണം ഒരു സോൺ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. അതേപോലെ തന്നെ നിങ്ങൾ വിചാരിക്കുകയാണ് ഏതെങ്കിലും ഒരു സോൺ എടുത്തിട്ട് കുറച്ച് കാലം കഴിഞ്ഞ് കേരളത്തിലേക്ക് ട്രാൻസ്ഫർ കിട്ടുന്നൊക്കെ പലരും തെറ്റിദ്ധാരണ ഉണ്ട്. സോ അതൊക്കെ ഞാൻ ഈ വീഡിയോയുടെ മുന്നോട്ട് പോകുന്ന സമയത്ത് ക്ലിയർ ചെയ്യുന്നുണ്ട്. ഒരിക്കലും അതൊന്നും പോസിബിൾ അല്ല. പോസിബിൾ ആണോ എന്ന് ചോദിച്ചാൽ ചെറിയ രീതിയിലൊക്കെ പോസിബിൾ ആണ്, അല്ല എന്ന് തന്നെയാണ് അതിൻ്റെ ഒരു ആൻസർ ആയിട്ട് പറയാൻ പറ്റുക. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കി നോക്കാം എങ്ങനെയാണ് ഒരു സോൺ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുക. ഏറ്റവും മികച്ച ഒരു സോൺ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെല്ലാം പാരാമീറ്റേഴ്സ് ആണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഏറ്റവും മികച്ച സോൺ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഫാക്ടേഴ്സുകൾ ഞാൻ ഇവിടെ കൺസിഡർ ചെയ്യുകയാണ്. ഒന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് വേക്കൻസി തന്നെയാണ്. പക്ഷേ ഈ വേക്കൻസി മാത്രമായിരിക്കരുത് നിങ്ങളുടെ ഒരു പ്രയോറിറ്റി എന്നുള്ളത് ഞാൻ ആദ്യമേ പറയാണ്. അതായത് നമ്മളൊരു സ്ഥലത്ത് വേക്കൻസി കണ്ട് ആ വേക്കൻസി കൂടുതലാണ് എന്ന് കരുതി മാത്രം നമ്മൾ എവിടേക്ക് അപ്ലൈ ചെയ്ത് ഒരു സോണിലേക്ക് അപ്ലൈ ചെയ്തത്. ഇപ്രാവശ്യം ഏറ്റവും കൂടുതൽ വേക്കൻസി വന്നിട്ടുള്ള സോൺ എന്ന് പറയുന്നത് അത് കൊൽക്കത്ത സോണാണ്. 628 ഒഴിവുകൾ വന്നിട്ടുണ്ട് എന്ന് കരുതി നമ്മൾ കൊൽക്കത്തയിലേക്ക് അപ്ലൈ ചെയ്തു എന്ന് വിചാരിക്കുക. പല കാര്യങ്ങളും നമ്മൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. വേക്കൻസി മാത്രം നമ്മൾ നോക്കരുത്. പിന്നെ വേക്കൻസി കൂടുതലുള്ളത് മാത്രമാണോ കിട്ടാൻ സാധ്യത കൂടുതൽ? അങ്ങനെയൊന്നുമില്ല. കാരണം വേക്കൻസി കൂടുതലുള്ള സ്ഥലത്ത് ആൾക്കാർ അപ്ലൈ ചെയ്യുന്ന എണ്ണം എന്തായിരിക്കും? അതേപോലെ കൂടുതലായിരിക്കും. സോ വേക്കൻസി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു കൺസിഡറേഷൻ ആണ്. പക്ഷേ അത് മാത്രം കൺസിഡർ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, ഒരു സോണിലേക്ക് പോകരുത്. ഇനി രണ്ടാമതായിട്ട് കൺസിഡർ ചെയ്യേണ്ടത് ഡിസ്റ്റൻസ് ആണ്. അതായത് ഈ ഒരു പോയിന്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരൊറ്റ ലൈഫേ ഉള്ളൂ അല്ലേ. നമ്മൾ ഈ ഒരു ലൈഫ് എന്ന് പറയുന്നത് അത് ഏറ്റവും എൻജോയ് ചെയ്ത് നമ്മളെ ഫാമിലിയോടൊപ്പം നമ്മുടെ ഫ്രണ്ട്സിനോടൊപ്പം ഒക്കെ നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ട ഒരു ലൈഫ്, ഒരൊറ്റ ലൈഫേ നമുക്കുള്ളൂ. അതുകൊണ്ട് ഒരുപാട് ദൂരെയുള്ള സ്ഥലങ്ങളിൽ പോയി വർക്ക് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരിക. നിങ്ങളുടെ ഒരുപാട് ഇഷ്ടങ്ങളാണ്, നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ റിലേറ്റീവ്സ്, അതേപോലെ നിങ്ങളുടെ ഒരുപാട് പ്രഷ്യസ് ആയിട്ടുള്ള മൊമെൻറ്റ്സുകളാണ് നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ പോകുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ പരിപാടി, പല പ്രോഗ്രാമുകൾ മിസ് ചെയ്യുന്നുണ്ടാവും. അതേപോലെ നാട്ടിൻപുറങ്ങൾ നിങ്ങൾക്ക് മിസ് ചെയ്യുന്നുണ്ടാവും അല്ലേ. നിങ്ങളുടെ ജോലി എന്ന് പറയുന്ന ആ ഒരു കാരണം കൊണ്ട് നിങ്ങളൊരു എന്താ പറയുക, ഒരു പ്രവാസിയെ പോലെ ഒരു പക്ഷേ നിങ്ങൾ മറ്റൊരു സ്ഥലത്ത് പോയി വർക്ക് ചെയ്യേണ്ടി വരും. സോ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഒരു ക്രൈറ്റീരിയ ഇതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. എന്നോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു സോൺ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ വേക്കൻസി ആണോ അതേപോലെ ഡിസ്റ്റൻസ് ആണോ ക്രൈറ്റീരിയ ആയിട്ട് എടുക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഞാൻ ഡിസ്റ്റൻസ് തന്നെയായിരിക്കും ക്രൈറ്റീരിയ ആയിട്ട് എടുക്കുക. അത് പക്ഷേ പേഴ്സൺ ടു പേഴ്സൺ ഡിഫറൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് കുറച്ചുകൂടിയൊക്കെ എന്താ പറയുക, നമ്മൾ അങ്ങനെ ഒരു സോഷ്യൽ ആയിട്ടുള്ള ഒരാളല്ല എന്ന് വിചാരിക്കും. ഒരുപാട് ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരാളല്ല. നമ്മൾ കുറച്ചുകൂടിയൊക്കെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഡിസ്റ്റൻസ് എന്തായിരിക്കില്ല, വലിയൊരു ഫാക്ടർ ആയിരിക്കില്ല. പക്ഷേ ഭൂരിഭാഗം ആളുകൾ എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഗ്രാമീണ അല്ലെങ്കിൽ നാട്ടിൻപുറങ്ങളിലൊക്കെ ഉള്ള ആളുകൾ തന്നെയാണ് അല്ലേ. അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ദൂരെ വർക്ക് ചെയ്യേണ്ടി വരുമ്പോൾ, ഇപ്പോൾ റെയിൽവേയിൽ ഇപ്പോൾ നിങ്ങൾ ഒരുപാട് ദൂരെയാണെങ്കിൽ അവിടെ ഒരു ലീവ് കിട്ടിക്കഴിഞ്ഞാൽ നാട്ടിലേക്ക് വരാനുള്ള ഡിസ്റ്റൻസിലല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ലീവ് കൊണ്ട് നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടാവില്ല. ഓക്കെ, സോ ആ ഡിസ്റ്റൻസ് വൈസ് നോക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാൻ പറ്റുന്നത് സൗത്ത് ഇന്ത്യൻ സോണുകളാണ്. അപ്പോൾ അതിൽ RRBയുടെ ട്രിവാൻഡ്രം നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അതേപോലെ തന്നെ ചെന്നൈ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അതേപോലെ തന്നെ ബാംഗ്ലൂരു നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാവുന്നതാണ് ബാംഗ്ലൂരു. അതേപോലെ തന്നെ നിങ്ങൾക്ക് സെക്കന്ദരാബാദ് യൂസ് ചെയ്യാം. ഇതൊക്കെ എന്താണ്, ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അത്യാവശ്യം നിങ്ങൾക്ക് പോയി വരാവുന്ന ഒരു ദൂരത്തിലുള്ള ഡിസ്റ്റൻസ് തന്നെയാണ്. ഒരു ലീവൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ നാട്ടിലേക്ക് ഒരു 24 മണിക്കൂറിൻ്റെ ഉള്ളിലൊക്കെ എത്തിപ്പെടാവുന്ന സ്ഥലങ്ങളാണ് ഞാനിപ്പോൾ ചൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു അത് നിങ്ങൾ നോക്കണ്ടോ, നിങ്ങൾ നിലവിലുള്ള സ്ഥലം എവിടെയാണെന്ന് നോക്കണം. നിങ്ങളുടെ ലൊക്കേഷൻ അനുസരിച്ചിട്ട് നിങ്ങൾക്കൊരു 24 മണിക്കൂറിനുള്ളിൽ ഒരു ലീവ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 24 അവേഴ്സിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ നാട്ടിലേക്ക് എത്താം. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് സംശയമാണ്, ഇപ്പോൾ മുംബൈയിലോ ഡൽഹിയിലോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഫ്ലൈറ്റ് പിടിച്ചാൽ പോരെയെന്ന് മതി. പക്ഷേ എല്ലായ്പ്പോഴും നമ്മൾ ഫ്ലൈറ്റ് പിടിച്ച് വരാൻ കഴിഞ്ഞോളന്നില്ല. കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ നമ്മൾ ഫിനാൻഷ്യലായിട്ട് നമ്മൾ കുറച്ചൊക്കെ സേവ് ചെയ്യുന്ന ഒരാളൊക്കെ ആണെങ്കിൽ നമ്മൾ അങ്ങനെ എപ്പോഴൊന്നും ഫ്ലൈറ്റിലൊന്നും വരുന്ന ആളായിരിക്കില്ല. പക്ഷേ ഫ്ലൈറ്റിലൊക്കെ വരാം കേട്ടോ, അതൊക്കെ പോസിബിൾ തന്നെയാണ്. കാര്യം ഞാനിവിടെ മെൻഷൻ ചെയ്യുന്നില്ല. ബട്ട് സ്റ്റിൽ കിലോമീറ്റേഴ്സൊക്കെ നോക്കി അല്ലെങ്കിൽ ട്രെയിൻ യാത്ര ഒക്കെ നോക്കുകയാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് ആയിരിക്കും നമ്മൾ നോക്കേണ്ടത്. പിന്നെ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കാറ്റഗറി എന്ന് പറയുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നിങ്ങളിപ്പോൾ ഒരു സോൺ സെലക്ട് ചെയ്യുമ്പോൾ വേക്കൻസി മാത്രം നോക്കി സെലക്ട് ചെയ്ത ഒരാളാണെന്ന് വിചാരിക്കുക. ഉദാഹരണത്തിന് ഒരു പെർട്ടിക്കുലർ സോണിൽ 50 വേക്കൻസി ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ചാടി കയറിയിട്ട് അവിടെ കയറി അപ്ലൈ ചെയ്യരുത്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മൾ കാറ്റഗറി നോക്കുന്ന സമയത്ത് ഇപ്പോൾ നമ്മളൊരു SC കാറ്റഗറി ആണെന്ന് വിചാരിക്കുക. ആ SC കാറ്റഗറിയിൽ ചിലപ്പോൾ അവിടെ 2 ഒഴിവേ ഉണ്ടാവുള്ളൂ. ബാക്കി 48 ഒഴിവുകളും മറ്റു കാറ്റഗറിയിൽ വരുന്ന ആളുകൾക്കായിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ അവിടെ അപ്ലൈ ചെയ്യരുത്. ഇനി വേറൊരു സോണിൽ ചിലപ്പോൾ 20 ഒഴിവേ ഉണ്ടാവുള്ളൂ. പക്ഷേ ആ 20 ഒഴിവിൽ ചിലപ്പോൾ 6 ഒഴിവ് എന്തായിരിക്കും, SC ST കാറ്റഗറിയിലായിരിക്കും. ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ്. അതായത്
കാറ്റഗറി വൈസ് ആയിട്ട് നിങ്ങൾ നോക്കണം. അപ്പോൾ നിങ്ങൾ അൺറിസർവ്ഡ് ആണെങ്കിൽ അൺറിസർവ്ഡിന് എത്രത്തോളം വേക്കൻസി ഉണ്ടെന്ന് നോക്കണം. നിങ്ങൾ OBC ആണെങ്കിൽ OBCക്ക് അവിടെ എത്ര വേക്കൻസി ഉണ്ടെന്ന് നോക്കണം. നിങ്ങൾ SC/ST ആണെങ്കിൽ SC/STക്ക് അവിടെ എത്ര വേക്കൻസി ഉണ്ട് എന്ന് നോക്കണം. അതേപോലെ നിങ്ങളെ ബ്രാഞ്ച് നിങ്ങൾ നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ. ബ്രാഞ്ച് നോക്കുക എന്ന് പറയുമ്പോൾ ഇലക്ട്രിക്കൽ ആണെങ്കിൽ ഇലക്ട്രിക്കൽ മാത്രമല്ല എലിജിബിൾ, മെക്കാനിക്കലും ഇലക്ട്രോണിക്സും സ്റ്റോഴ്സും ഒക്കെ എന്താണ് എലിജിബിൾ ആണ് എന്നുള്ള കാര്യം. സോ കാറ്റഗറിയും ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ തന്നെയാണ്. ദെൻ നാലാമത്തെ ഒരു ഫാക്ടർ കട്ട് ഓഫ് ആണ്. പക്ഷേ ഞാൻ ഈ കട്ട് ഓഫിനെ ഒരു ഫാക്ടറായിട്ട് കൺസിഡർ ചെയ്യേണ്ടതില്ല എന്നേ ഞാൻ പറയുള്ളൂ. കാര്യം എന്താണെന്നറിയോ, കട്ട് ഓഫ് എന്ന് പറയുന്നത് നമുക്ക് റെഫറൻസ് ആയിട്ടുണ്ടാവുക മുൻ വർഷങ്ങളിലെ എക്സാമിൻ്റെ കട്ട് ഓഫാണ്. ഞാൻ ഓൾറെഡി കട്ട് ഓഫ് അനാലിസിസ് വീഡിയോ നമ്മൾ യൂട്യൂബ് ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ കട്ട് ഓഫിന് ഒരു പ്രശ്നമുണ്ട്. ഇത് ഇയർ ടു ഇയർ ചേഞ്ച് ആവുന്നുള്ള കാര്യം ഉറപ്പാണ്. എന്ന് മാത്രമല്ല ഇതൊരു ട്രെൻഡ് ക്രിയേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് കഴിഞ്ഞ എക്സാമുകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു അനാലിസിസ്. അതായത് മുൻ വർഷം കഴിഞ്ഞ 2 വർഷത്തെ കട്ട് ഓഫ് നോക്കിയിട്ട് ഇന്ന സോണിൽ ഇത്ര കട്ട് ഓഫേ വരുള്ളൂ, അപ്പോൾ ആ സോൺ എന്നുള്ള രീതിയിൽ ഒരിക്കലും സെലക്ട് ചെയ്യാൻ കഴിയില്ല. കാരണം കട്ട് ഓഫ് നേരെ ഉൾട്ട അടിക്കാറുണ്ട്. അതായത് ഇപ്പോൾ ചില സോണിൽ 2024 കട്ട് ഓഫ് കുറവായിരുന്നെങ്കിൽ 25 എത്തിയപ്പോൾ അത് കൂടിയിട്ടുണ്ട്, കൂടിയ സോൺസിൽ കുറഞ്ഞിട്ടുണ്ട്. സോ ഈ കട്ട് ഓഫ് എന്ന് പറയുന്നത് ഒരു ട്രെൻഡ് സെറ്റർ അല്ല. അതുകൊണ്ട് ഇത് നിങ്ങൾ ഒരിക്കലും ഒരു ഫാക്ടറായിട്ട് കൺസിഡർ ചെയ്യേണ്ട. പക്ഷേ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ഫാക്ടേഴ്സ് ഒന്ന് കാറ്റഗറി, നിങ്ങളേത് കാറ്റഗറിയാണ്, അതേപോലെ തന്നെ ഡിസ്റ്റൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതേപോലെ തന്നെ വേക്കൻസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഞാൻ നിങ്ങളുടെ പ്രയോറിറ്റി കൂടി ഞാനൊന്ന് പറയാണ്. അതായത് ഒന്ന്, നിങ്ങൾക്കിപ്പോൾ നിലവിൽ ഒരു തരക്കേടില്ലാത്തൊരു ജോലി ഉണ്ട്, നിങ്ങൾ നാട്ടിൽ തന്നെയാണ്, അങ്ങനെയൊക്കെയുള്ള ഒരാളാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് പല പല ഓപ്പർച്യൂണിറ്റീസിൽ ഒന്ന് മാത്രമാണ് റെയിൽവേ. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു പക്ഷേ ആഗ്രഹിക്കുകയാണ് എനിക്ക് ഒരുപാട് ദൂരെയൊന്നും പോവേണ്ടതില്ല, എനിക്ക് ഈ നാട്ടിലുള്ള ജോലി കിട്ടുകയാണെങ്കിൽ, ഇപ്പോൾ കേരളത്തിൽ കിട്ടുകയാണെങ്കിൽ മാത്രം എനിക്ക് ജോലി കയറിയാൽ മതി എന്നൊക്കെ ചിന്തിക്കുന്ന മൈൻഡ് സെറ്റുള്ള ആൾക്കാരുണ്ടാവും. സോ അത്തരം ആളുകൾക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ഏറ്റവും കുറവുള്ള സ്ഥലങ്ങൾ ചൂസ് ചെയ്യാം. ഇനി അതല്ല, നിങ്ങൾക്ക് ഈ ജോലി കിട്ടിയേ മതിയാവുള്ളൂ. അതായത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഡൂ ഓർ ഡൈ സിറ്റുവേഷനാണ്. അതായത് എത്ര ദൂരം പോയാലും കുഴപ്പമില്ല, എനിക്ക് എൻ്റെ കരിയർ സെറ്റ് ചെയ്യണം, എൻ്റെ ലൈഫ് സെറ്റിൽ ചെയ്യണം, ഇനിയും പഠിച്ച് കാത്തിരിക്കാൻ സമയമില്ല എന്ന് ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഈ ജോലി നേടിയെടുക്കാനുള്ള സാധ്യത ഏറ്റവും കൂടുതലുള്ള സ്ഥലത്തേക്ക് തന്നെ പോകണം. അവിടെ കോമ്പറ്റീഷൻ കൂടുതലാണെങ്കിലും വേക്കൻസി കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾക്കത് ക്രാക്ക് ചെയ്യാൻ കഴിയും. അതായത് നിങ്ങൾ ആ സമയത്ത് നോക്കേണ്ട ക്രൈറ്റീരിയ വേക്കൻസി ആയിരിക്കണം അവിടെ കൂടുതൽ ക്രൈറ്റീരിയ കൊടുക്കേണ്ടത്. ഞാൻ 2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, നിങ്ങൾ പ്രയോറിറ്റി നിങ്ങളുടെ നാട്ടിൽ തന്നെ നിന്ന് കംഫർട്ട് സോണിൽ നിന്നാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഡിസ്റ്റൻസ് കുറവുള്ള സ്ഥലങ്ങൾ അപ്ലൈ ചെയ്യാം. എന്നാൽ നിങ്ങളിപ്പോൾ പഠിക്കാൻ പോകുന്നത് നിങ്ങളുടെ ഒരു ഡൂ ഓർ ഡൈ കോമ്പറ്റീഷനിലേക്കാണ് എന്നുണ്ടെങ്കിൽ വേക്കൻസി കുറവുള്ളിടത്തല്ല നിങ്ങൾ പഠിക്കേണ്ടത്, വേക്കൻസി കൂടുതലുള്ളിടത്ത്, അതും കാറ്റഗറി വൈസ് വേക്കൻസി തന്നെ നോക്കണം. അത്യാവശ്യം കാറ്റഗറി വൈസ് ആയിട്ട് നല്ല വേക്കൻസി ഉള്ള ഒരു സ്ഥലത്ത് പോയിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, അപ്ലൈ ചെയ്യണം. ഇതാണ് സോൺ സെലക്ഷൻ ക്രൈറ്റീരിയയിൽ നിങ്ങളുടെ മൈൻഡിലേക്ക് വരേണ്ടത്. ഓക്കെ, പല പല ഫാക്ടേഴ്സ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. അപ്പോൾ നിങ്ങൾ എന്നെ ഒന്ന് ആലോചിക്കുക, ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്തിന് വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങളുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്താണ്? ഈ പറഞ്ഞ ഡിസ്റ്റൻസ് ആണോ? നിങ്ങളുടെ മൈൻഡിൽ എന്താ വരുന്നത് ജസ്റ്റ് ഒന്ന് ഓർഡർ ആക്കി എഴുതി നോക്കി. നിങ്ങളൊന്ന് വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങളൊരു പെന്നും പേപ്പറും എടുത്തിട്ട് എഴുതുക. എന്തായിരിക്കണം നിങ്ങളുടെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്? ഡിസ്റ്റൻസ് ആണോ, വേക്കൻസി ആണോ, അതേപോലെ തന്നെ കാറ്റഗറി, അതിലേതിലാണ് നിങ്ങളുടെ പ്രയോറിറ്റി വരുന്നത് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് മനസ്സിലാക്കിയെടുക്കണം. പിന്നെ നിങ്ങൾക്കുള്ളൊരു സംശയമാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ നമ്മൾ മുംബൈ സോണിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് കുറച്ച് കാലം കഴിഞ്ഞ് കേരളത്തിലേക്ക് ട്രാൻസ്ഫർ വരുമോ എന്നുള്ളത്. അങ്ങനെ ആയിരുന്നെങ്കിൽ സുഖമാണല്ലേ. അപ്പോൾ നമ്മൾ കൊൽക്കത്തയിൽ അപ്ലൈ ചെയ്തിട്ട് നമ്മളിപ്പോൾ കൊൽക്കത്തയിൽ അപ്ലൈ ചെയ്യുന്നു, 5 വർഷത്തിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, കേരളത്തിലേക്ക് ട്രാൻസ്ഫർ വരുന്നു, കാര്യങ്ങൾ ഈസിയാണ് എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവിടെ കിടക്കുന്ന ഒരു അപകടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൽക്കത്തയിൽ നിന്ന് കേരളത്തിലേക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ട്രാൻസ്ഫറിന് പോസിബിലിറ്റി ഉണ്ട്, സോൺ ട്രാൻസ്ഫർ ഉണ്ട്. പക്ഷേ കേരളത്തിൽ നിന്ന് അത്രത്തോളം വേക്കൻസി ഇല്ലാത്തൊരു സ്റ്റേറ്റ് ആയതുകൊണ്ട് ഈ ഒരു പക്ഷേ കൊൽക്കത്തയിൽ ഓൾറെഡി എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സോൺ ട്രാൻസ്ഫറിന് വേണ്ടി അപ്ലൈ ചെയ്ത ആളുകളുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയിട്ട് വരാനുള്ള സാധ്യത കുറവായിരിക്കും. ഒന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഏതെങ്കിലും സാഹചര്യത്തിൽ അങ്ങനെ ഒരു ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ കേരളത്തിലെ ഏറ്റവും ജൂനിയർ ആയിട്ടുള്ള ആളായിരിക്കും, ഏറ്റവും അവസാനത്തെ ജൂനിയർ എഞ്ചിനീയർ ആയിരിക്കും. അതായത് നിങ്ങളുടെ സീനിയോറിറ്റി മുഴുവൻ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങളെ കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്ത 5-6 വർഷം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത സീനിയോറിറ്റി മുഴുവൻ നിങ്ങൾ നഷ്ടപ്പെടുത്തേണ്ടി വരും. സോ അതാണ് രണ്ടാമത്തെ പ്രശ്നം. ഇനി ഇതിനൊരു ഷോർട്ട് കട്ട് ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷോർട്ട് കട്ട് എത്രത്തോളം ആളുകൾക്ക് കിട്ടുമെന്ന് അറിയില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു മ്യൂച്വൽ ട്രാൻസ്ഫർ ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട്. അതായത് നിങ്ങൾ കേരളത്തിൽ നിന്ന് ഒരാൾ കൊൽക്കത്തയിലേക്കും കൊൽക്കത്തയിൽ നിന്ന് ഒരാൾ കേരളത്തിലേക്കും ട്രാൻസ്ഫറിന് തയ്യാറായിട്ട് നിൽക്കുകയാണെങ്കിൽ അതിന് കൂടുതൽ ക്രൈറ്റീരിയ ഒന്നും വേണ്ട. നിങ്ങൾക്ക് വിത്തിൻ 1 ഇയർ എന്ത് ചെയ്യാവുന്നതാണ്, ട്രാൻസ്ഫർ വാങ്ങിയിട്ട് ഇങ്ങോട്ട് വരാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ അത് നിങ്ങൾ ആലോചിച്ച് നോക്കി, അത് അങ്ങനെ ഒരാളെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ടാസ്ക് തന്നെയാണ് എന്നുള്ള കാര്യം കൂടി ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ ഇതാണ് ഈ പറഞ്ഞിരിക്കുന്ന എക്സാമിൽ നിങ്ങളുടെ കൺസിഡറേഷൻസ് ആയിട്ട് വരേണ്ടത്. ഇനി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ സോൺ ഏതാണ് സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് അനാലിസിസിലേക്ക് നമ്മൾ പോവുകയാണ്. നമുക്ക് ഓരോ സോണും നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം.
അപ്പോൾ അതിൽ നമ്മൾ ആദ്യം തന്നെ പരിശോധിക്കാൻ പോകുന്നത് കേരള സോണാണ്. ഓക്കെ, നമുക്ക് കേരള സോൺ അഥവാ ട്രിവാൻഡ്രം സോണാണ് നമ്മൾ പരിശോധിക്കുന്നത്. ട്രിവാൻഡ്രം സോണിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേക്കൻസി വൈസ് നോക്കുകയാണെങ്കിൽ ഇതിൽ ഏറ്റവും വലിയൊരു ഫാക്ടർ കിടക്കുന്നത്, ഇതിൽ ഏറ്റവും കൂടുതൽ ഒഴിവുകൾ വന്നിട്ടുള്ളത് സിവിലാണ്. ഓക്കെ, 27, 14, 41 ഒഴിവുകൾ വന്നിട്ടുണ്ട്. ഈ സിവിലിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ സിവിലിലത്തെ വേക്കൻസീസിൽ ടോട്ടൽ അൺറിസർവ്ഡ് കാറ്റഗറിയിൽ 16 ഒഴിവുകൾ മാത്രമേ അൺറിസർവ്ഡിലുള്ളൂ. ഈ 41-ൽ 16. അതേപോലെ 41-ൽ 14 ഒഴിവുകൾ എന്താണ് SC കാറ്റഗറിയിലാണ്. എന്നാൽ ST കാറ്റഗറിയിൽ 5 വന്നിട്ടുള്ളൂ. OBCയിൽ വെറും 5 ഒഴിവുകൾ മാത്രമേ വന്നിട്ടുള്ളൂ. EWSയിൽ വെറും 1 ഒഴിവ് മാത്രമേ വന്നിട്ടുള്ളൂ ഈ സിവിലിൻ്റെ കേസിൽ. അപ്പോൾ സിവിലിൻ്റെ കേസിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അൺറിസർവ്ഡിൽ 16 തരക്കേടില്ലാത്ത ഒരു നമ്പർ തന്നെയാണ് സിവിലിനെ സംബന്ധിച്ചിടത്തോളം. അതേപോലെ തന്നെ SC കാറ്റഗറി ആണെങ്കിൽ, നിങ്ങൾ ഈ പറഞ്ഞ SC കാറ്റഗറിയുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ കേരള സോൺ തന്നെ പ്രിഫർ ചെയ്യണമെന്നേ ഞാൻ പറയുള്ളൂ. SC കാറ്റഗറി സിവിൽ കഴിഞ്ഞ ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ട്രിവാൻഡ്രം സോൺ എന്ന് പറയുന്നത് നിങ്ങളുടെ ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് തന്നെ കൊടുക്കാം. ആദ്യത്തെ സോൺ സെലക്ഷൻ്റെ കാര്യത്തിൽ യാതൊരു ഡൗട്ടും വേണ്ട. അതേപോലെ OBC, അതേപോലെ തന്നെ EWS, അതേപോലെ തന്നെ ST കാറ്റഗറി ആണെങ്കിൽ നിങ്ങളൊന്ന് റീതിങ്ക് ചെയ്യണം. മറ്റു സോൺസ് കൂടി നമുക്ക് പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. ഇനി നമ്മൾ മറ്റ് ബ്രാഞ്ചസിലേക്ക് വരികയാണെങ്കിൽ ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ്, അത് മൂന്നും കൂടി ഒരുമിച്ച് പറയാം. ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ്, അതിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആകെ ടോട്ടലി ഈ 41 62 41 കഴിച്ചാൽ 21 ഒഴിവ് മാത്രമേ ബാക്കി എല്ലാ സോണിലേക്കും ബാക്കി എല്ലാ ബ്രാഞ്ചസിലുമായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ വളരെ കുറഞ്ഞ ഒഴിവുകൾ മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ വന്നിട്ടുള്ളൂ. അതിൽ തന്നെ ജനറൽ കാറ്റഗറിയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3, 1, 4, 2, 6 ഒഴിവ്. അൺറിസർവ്ഡ് കാറ്റഗറിയിൽ വെറും 6 ഒഴിവാണ് വന്നിട്ടുള്ളത്. അൺറിസർവ്ഡ് കാറ്റഗറിയിൽ ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സിൽ കേവലം 6 ഒഴിവ് മാത്രമേ വന്നിട്ടുള്ളൂ. OBC നോക്കുകയാണെങ്കിൽ OBCയിൽ 1, 2, 3, 1, 4 ഒഴിവാണ് OBCയിൽ വന്നിരിക്കുന്നത്. EWS കാറ്റഗറിയിലാണെങ്കിൽ 1, 1, 2 ഒഴിവ്, ടോട്ടൽ 3 ഒഴിവാണ് വന്നിരിക്കുന്നത്. അതിൽ ഒരെണ്ണം അതിൽ വന്നിട്ട്, അപ്പോൾ ഇവിടെ 2 ഒഴിവാണ് മറ്റു ബ്രാഞ്ചസിൽ വന്നിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റു ബ്രാഞ്ചസിലുള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ട്രിവാൻഡ്രം സോൺ എന്ന് പറയുന്നത് അത്ര സേഫ് ആയിട്ടുള്ള ഒരു സോൺ അല്ല എന്നുള്ളതാണ് ഈ അനാലിസിസ് എന്ന് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അതേസമയം തന്നെ നിങ്ങൾ സിവിൽ കഴിഞ്ഞിട്ടുള്ള അൺറിസർവ്ഡ് കാറ്റഗറി ആണെങ്കിലും SC കാറ്റഗറി ആണെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ സോൺ ട്രിവാൻഡ്രം സോൺ എന്ന് പറയുന്നത് സേഫ് സോൺ തന്നെയാണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാവുന്ന സോണുകളിൽ ഒന്ന് തന്നെയാണ്. ഓക്കെ, മറ്റു ബ്രാഞ്ചസുകാരെ സംബന്ധിച്ചിടത്തോളം, അതേപോലെ കാറ്റഗറികളെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞിരിക്കുന്ന ട്രിവാൻഡ്രം സോൺ ഒരു സേഫ് സോൺ അല്ല എന്നുള്ളതാണ് എൻ്റെ ഈ ഒരു അനാലിസിസ് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയൻസ് നിങ്ങൾക്ക് ഇതിൽ എടുക്കട്ടോ. അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ പറയുകയാണ് EWS കാറ്റഗറിയിൽ ഒരൊറ്റ ഒഴിവ് മാത്രമാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ EWS കാറ്റഗറിയിൽ ഒരാൾ ഇവിടെ അപ്ലൈ ചെയ്യാന്നുണ്ടെങ്കിൽ അയാൾ വിചാരിക്കുകയാണ് ആ ഒരു ഒറ്റ ഒഴിവ് എനിക്ക് നേടിയെടുക്കണം എന്നുള്ള ആ ഒരു ദൃഢനിശ്ചയത്തിൽ പഠിക്കാൻ തയ്യാറാണെങ്കിൽ ഒരുപക്ഷെ അയാൾക്ക് അത് ക്രാക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെ വളരെ കുറഞ്ഞ ഒഴിവാണല്ലേ ഈ ഇലക്ട്രിക്കൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 3 ഒഴിവാണ് അൺറിസർവ്ഡിലുള്ളത്. ഈ 3 ഒഴിവ് ഞാൻ നേടിയെടുക്കുന്നുള്ള ഒരു ദൃഢനിശ്ചയം ഒരു അൺറിസർവ്ഡ് കാറ്റഗറിയിലുള്ള ഒരു ഉദ്യോഗാർത്ഥിക്ക് ഉണ്ടെങ്കിൽ അയാൾക്ക് ഈ എക്സാമിന് വേണ്ടി ട്രൈ ചെയ്യാം. പക്ഷേ ഞാൻ പറഞ്ഞത് അത് എന്താണ് വളരെ എക്സ്ട്രീംലി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക് ആയതുകൊണ്ട് തന്നെയാണ് ഞാനിത് സേഫ് സോൺ അല്ല എന്ന് പറയാനുള്ള ഒരു കാരണം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സോൺ, അതായത് മലയാളികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സോൺസിൽ അടുത്ത സോണിലേക്ക് നമ്മൾ പോകുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടുത്തത് നമ്മൾ ചെന്നൈ സോണാണ് കൺസിഡർ ചെയ്യുക. സോണിലും എല്ലാ ബ്രാഞ്ചസിലും വേക്കൻസീസ് വന്നിട്ടുണ്ട്. അതായത് ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, സിവിൽ, ഇലക്ട്രോണിക്സിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ സിവിലിൻ്റെ നിങ്ങൾക്കറിയാം സിവിൽ എഞ്ചിനീയറിംഗിൽ മാത്രമാണ് സിവിലുകാർക്ക് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ ഇതിൽ സിവിലിൽ വന്നിട്ടുള്ളത് ഏതാണ് ഈ ഒരു കാറ്റഗറി ജൂനിയർ എഞ്ചിനീയർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതൊക്കെയാണ് സിവിലിൽ വന്നിരിക്കുന്നത്? പി വേ ബ്രിഡ്ജ് സിവിലിൽ വന്നിരിക്കുന്നതാണ്. ഇത് 17 ഒഴിവാണ് എന്ത് ചെയ്തിട്ടുള്ളത് ചെന്നൈ സോണിലുള്ളത്. അതേപോലെ തന്നെ ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് സിവിൽ വർക്ക്സിൽ 12, അപ്പോൾ 17, 12, 29 ഒഴിവ് മാത്രമാണ് ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത് സിവിൽ കാറ്റഗറിയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനേക്കാൾ കൂടുതൽ ഒഴിവുകൾ ഇവിടെ വന്നിട്ടുണ്ട്, കേരള സോണിൽ വന്നിട്ടുണ്ട്. പക്ഷേ സിവിലുകാർക്ക് വേറൊരു അഡ്വാൻറ്റേജ് ഇവിടെ വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഡീപോർട്ട് മെറ്റീരിയൽ സൂപ്രണ്ടൻ്റ് എന്ന് പറയുന്ന പോസ്റ്റ്, ഇവിടെ നമ്മൾ DMS എന്ന് പറയുന്ന പോസ്റ്റ് 40 പോസ്റ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട് എക്സ്ട്രാ വരുന്നുണ്ട് സിവിലുകാർക്ക് മാത്രമല്ല ഇതെല്ലാവർക്കും എലിജിബിൾ ആണ് കേട്ടോ. ഈ 40 പോസ്റ്റ് എല്ലാവർക്കും എലിജിബിൾ ആണ്. അപ്പോൾ ഈ 40 പോസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട് ഇതിലേക്ക് ആഡ് ഓൺ ആവുന്നുണ്ട്. അപ്പോൾ സിവിലിൻ്റെ മാത്രം പോസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ ചെന്നൈ സോണിനെക്കാട്ടിലും കൂടുതൽ വേക്കൻസി ഉള്ളത് കേരളത്തിലാണ്. പക്ഷേ എങ്കിൽ ഈ പറഞ്ഞ DMSൻ്റെ വേക്കൻസിയോട് കൺസിഡർ ചെയ്യുമ്പോൾ ചെന്നൈയിലാണ് കൂടുതൽ വേക്കൻസി. ആ ഒരു പോയിന്റ് ക്ലിയർ ആയിട്ടെന്ന് വിചാരിക്കുകയാണ്. അതായത് DMS എന്ന് പറയുന്ന എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റ് കേരളത്തിൽ വേക്കൻസി കാണിച്ചിട്ടില്ല. പക്ഷേ ഇവിടെ 40 വേക്കൻസി വന്നിട്ടുണ്ട്. ഈ 40 വേക്കൻസി സിവിലുകാർക്ക് എന്ത് ചെയ്യുന്നുണ്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വേക്കൻസി തന്നെയാണ്. അപ്പോൾ ഈ പറഞ്ഞ 2 കാറ്റഗറി, അതായത് ഈ 12ഉം ഈ 17, 29 കഴിച്ചാൽ ബാക്കി വരുന്നതൊക്കെ എന്താണ് ബാക്കി ബ്രാഞ്ചസിൽ വരുന്നതാണ്. ടോട്ടലി 160 ഉണ്ട്. അപ്പോൾ 160-ൽ
ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഒരു 130-നടുത്ത് ഒഴിവുകൾ എന്ത് ചെയ്യുന്നുണ്ട് മറ്റു ബ്രാഞ്ചസുകാർക്ക് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ തന്നെ നമ്മൾ കാറ്റഗറി വൈസ് ആയിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അൺറിസർവ്ഡ് കാറ്റഗറിയിൽ 73 ഒഴിവുകൾ വരുന്നുണ്ട്. ഓക്കെ, SC കാറ്റഗറിയിൽ 23 ഒഴിവുകൾ, ST കാറ്റഗറിയിൽ 13, OBCയിൽ 38, അതേപോലെ തന്നെ EWS കാറ്റഗറിയിൽ 13. അപ്പോൾ ഇവിടെ നമ്മൾ തീർച്ചയായിട്ടും OBC ആണെങ്കിലും അൺറിസർവ്ഡ് ആണെങ്കിലും നല്ല നമ്പേഴ്സ് വന്നിട്ടുണ്ട് ആസ് കമ്പയർഡ് ടു കേരള സോൺ, ട്രിവാൻഡ്രം സോൺ കമ്പയർ ചെയ്യുന്ന സമയത്ത് OBC-ക്കാർക്കും അൺറിസർവ്ഡ് കാറ്റഗറിയിലും വളരെ മികച്ച നമ്പേഴ്സ് തന്നെയാണ്. SCയും STയും തരക്കേടില്ലാത്ത നമ്പർ തന്നെ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം. ഇതിൽ തന്നെ നിങ്ങൾ വിചാരിക്കും മെക്കാനിക്കലും, ഞാൻ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞില്ലല്ലോ ഒന്ന്, മെക്കാനിക്കലും ഇലക്ട്രോണിക്സും. അതിൻ്റെ കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മെക്കാനിക്കലിൻ്റെ പോസ്റ്റിലേക്ക് ആരൊക്കെ എലിജിബിൾ ആണ്? മെക്കാനിക്കലും ഇലക്ട്രിക്കലും എലിജിബിൾ ആണ്, അത് ഇലക്ട്രോണിക്സ് എലിജിബിൾ ആണ്. അതേപോലെ തന്നെ ഇലക്ട്രോണിക്സിൻ്റെ പോസ്റ്റിലേക്ക് ഇലക്ട്രിക്കൽ എലിജിബിൾ ആണ്. അപ്പോൾ ആ ഒരു ഇൻ്റർ ഡിസിപ്ലിനറി എലിജിബിലിറ്റി ഉള്ളതുകൊണ്ടാണ് അതിലേക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകാത്തത്. അപ്പോൾ നിങ്ങൾ OBC കാറ്റഗറിയിലുള്ള ആളാണെങ്കിലും അൺറിസർവ്ഡ് കാറ്റഗറിയിലുള്ള ആളാണെങ്കിലും സിവിൽ അല്ലാത്ത ബ്രാഞ്ചസിലുള്ള ഒരാളാണെങ്കിലും നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാവുന്ന ഒരു മികച്ച സോണാണ് ചെന്നൈ സോൺ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഏതൊക്കെ ബ്രാഞ്ചസിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ പറയുന്നത്. ട്രിപ്പിൾ ബ്രാഞ്ചസിലുള്ള ആളുകൾക്കും, മെക്കാനിക്കൽ ബ്രാഞ്ചുള്ള ആളുകൾക്കും, ഇലക്ട്രോണിക്സ് ബ്രാഞ്ചുള്ള ആളുകൾക്കും, അതേപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിന് നമുക്ക് നോക്കി നോക്കാം. കമ്പ്യൂട്ടർ സയൻസിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കാറ്റഗറി S&T ആണ്. S&T പോസ്റ്റ് എത്ര വന്നിട്ടുണ്ട് ഇവിടെ? S&T പോസ്റ്റ് ഇവിടെ 7, 5, 12 പോസ്റ്റേ വന്നിട്ടുള്ളൂ. ഇതാണ് കമ്പ്യൂട്ടർ സയൻസുകാർക്കുള്ളത് കേട്ടോ. കമ്പ്യൂട്ടർ സയൻസിൻ്റെ കേസിൽ 7, 5, 12 ആണ്. അതേപോലെ തന്നെ ഈ 40 പോസ്റ്റ് എന്താണ് കമ്പ്യൂട്ടർ സയൻസ് എലിജിബിൾ ആണ്. അപ്പോൾ കമ്പ്യൂട്ടർ സയൻസിൻ്റെ ടോട്ടൽ ഒഴിവ് വരുന്നത് 12, 40, 52 കേട്ടോ. ഇവിടെ 52 ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കമ്പ്യൂട്ടർ സയൻസ് കേരളത്തിൽ എത്ര വന്നിട്ടുണ്ട്? കമ്പ്യൂട്ടർ സയൻസ് കേരളത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ആകെ 3 ഒഴിവാണ് വന്നിട്ടുള്ളത് അല്ലേ. കേരളത്തിൽ ടോട്ടൽ 3 ഒഴിവാണ്. ഇവിടെ നമുക്ക് അതിൻ്റെ 4 ഇരട്ടിയിലധികം ഒഴിവ് എന്ത് ചെയ്തിട്ടുണ്ട് ഈ സോണിൽ വന്നിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഡെഫിനറ്റ്ലി കമ്പ്യൂട്ടർ സയൻസുകാർക്കും ഈ ഒരു സോൺ തന്നെ പ്രിഫർ ചെയ്യാവുന്നതാണ്, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. അപ്പോൾ ഇതാണ് നമ്മൾ മലയാളികളായിട്ടുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സോണ്. നിങ്ങളുടെ കാറ്റഗറി വൈസ് നോക്കുകയാണെങ്കിലും വേക്കൻസി വൈസ് നോക്കുകയാണെങ്കിലും ഡിസ്റ്റൻസ് വൈസ് നോക്കുകയാണെങ്കിൽ കേരളത്തിനെക്കാട്ടിലും ഒരുപാട് ദൂരമൊന്നുമല്ല, ഒരു 12 മണിക്കൂറിൻ്റെ ഉള്ളിലൊക്കെയുള്ള യാത്രയിൽ നിങ്ങൾക്ക് കേരളത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയുന്നത് കൊണ്ട് തന്നെ മലയാളികൾക്ക് ഇത്തവണ ചൂസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും മികച്ച സോണിൽ ഒന്ന് തന്നെയാണ് ഈ പറഞ്ഞിരിക്കുന്ന ചെന്നൈ സോൺ എന്ന് പറയുന്നത്. ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇനി നമ്മൾ മൂന്നാമത്തെ വീഡിയോയിലേക്ക് പോകാൻ, മൂന്നാമത്തെ സോണിലേക്ക് പോവാണ്, ബാംഗ്ലൂരു സോൺ. തീർച്ചയായിട്ടും ബാംഗ്ലൂരു സോൺ എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ ആ ഒരു ലിസ്റ്റിൽ വരുന്ന സോൺ തന്നെയാണ്. അപ്പോൾ അതിൽ നമ്മൾ സിവിലിൻ്റെ നമ്മൾ ആദ്യം മാർക്ക് ചെയ്യുകയാണ്. സിവിലിൻ്റെ ആദ്യം മാർക്ക് ചെയ്യാനുള്ള കാരണം വേറൊന്നുമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സിവിൽ ബ്രാഞ്ചസിൽ മറ്റ് ബ്രാഞ്ചസുകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാത്ത ഒരു വിഷയം ഉള്ളതുകൊണ്ടാണ്. ഇവിടെ സിവിലിൽ PV ആൻഡ് ബ്രിഡ്ജിൽ 4 ഒഴിവുണ്ട്. അതേപോലെ ഡിസൈൻ ഡ്രോയിങ് ആൻഡ് എസ്റ്റിമേഷനിൽ 3 ഒഴിവുണ്ട്. സിവിൽ വർക്ക്സിൽ 4 ഒഴിവുണ്ട്. അതേപോലെ തന്നെ ജൂനിയർ എഞ്ചിനീയർ സിവിൽ വർക്ക്സിൽ 1 ഒഴിവുണ്ട്. ടോട്ടൽ എത്ര വരുന്നുണ്ട്? 4, 3, 7, 7, 4, 11, 12 ഒഴിവുകളാണ് എന്ത് ചെയ്തിട്ടുള്ളത് സിവിലിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഇതിനെക്കാട്ടിൽ എത്രയോ വേക്കൻസി അവിടെ കേരളത്തിൽ അധികം ഉണ്ട് അല്ലേ കേരളത്തിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ സിവിലുകാർക്ക് ബാംഗ്ലൂർ സോൺ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, പരിഗണിക്കേണ്ട കാര്യമില്ല. ഓക്കെ, ഇനി അടുത്ത നമ്മൾ നോക്കുകയാണെങ്കിൽ ഇലക്ട്രിക്കൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ബാക്കി നമുക്ക് ടോട്ടലിന് എടുത്താൽ മതി. ടോട്ടൽ വേക്കൻസി 80 ആണ്. അപ്പോൾ ഈ 80-ൽ 12 കഴിച്ചാൽ ബാക്കി 68 ഒഴിവുകൾ അല്ലേ. ബാക്കി 68 ഒഴിവുകളിൽ ഇവിടെ എന്താണ് ഈ പറഞ്ഞ പോസ്റ്റിലേക്ക് ബാക്കിയുള്ളവർ എലിജിബിൾ ആണ്, 68 പോസ്റ്റിലേക്ക്. അതിൽ തന്നെ അൺറിസർവ്ഡിലാണെങ്കിൽ 40 ഒഴിവുകളാണ്. OBCയിൽ വെറും 10 ഒഴിവ് മാത്രമേ വന്നിട്ടുള്ളൂ. OBCയിൽ വെറും 10 ഒഴിവ് മാത്രമേ വന്നിട്ടുള്ളൂ. ചെന്നൈയുടെ 3-1 ഒഴിവ് മാത്രമേ അല്ലെങ്കിൽ 4-1 ഒഴിവ് മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ ഇവിടെ ബാംഗ്ലൂരു സോണിൽ വന്നിട്ടുള്ളൂ. അതേപോലെ തന്നെ SC കാറ്റഗറി ആണെങ്കിൽ 14 ഒഴിവ് വന്നിട്ടുണ്ട്. ST കാറ്റഗറി ഇവിടെ വളരെ കുറവായിട്ടുള്ള നമ്പറാണ് വന്നിരിക്കുന്നത്. EWSൽ 9 ഒഴിവുകളാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കാറ്റഗറി വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ബാംഗ്ലൂർ സോൺ എന്ന് പറയുന്നത് ഒരു കാറ്റഗറിയിലും ഒരു പ്രിഫേർഡ് ആയിട്ടുള്ള സോണായിട്ട് പറയാൻ പറ്റില്ല. പിന്നെയും പറയാൻ പറ്റുന്നത് അൺറിസർവ്ഡ് കാറ്റഗറിയിൽ ഒരു പക്ഷേ അൺറിസർവ്ഡ് കാറ്റഗറിക്ക് ഒരു പരിധി വരെ അപ്ലൈ ചെയ്യാം. എന്നിരുന്നാലും ഞാനത് സജസ്റ്റ് ചെയ്യുന്നില്ല. ബാംഗ്ലൂരു സോണിനെക്കാട്ടിലും ഫാർ ബെറ്റർ ആണ് ചെന്നൈ സോൺ എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഒരു ക്രൈറ്റീരിയയിലേക്ക് പോയിട്ടുള്ളത്. അപ്പം മലയാളികൾ അപ്ലൈ ചെയ്യാൻ പറ്റിയ 3 സോൺസ് ആണ് നമ്മളിപ്പോൾ കമ്പയർ ചെയ്തിട്ടുള്ളത്. ട്രിവാൻഡ്രം സോണ്, അതേപോലെ തന്നെ ചെന്നൈ സോണ്, അതേപോലെ തന്നെ ബാംഗ്ലൂർ സോണ്. അപ്പോൾ ഇതിൽ സിവിലുകാരെ സംബന്ധിച്ചിടത്തോളം ട്രിവാൻഡ്രം സോണാണ് ചൂസ് ചെയ്യേണ്ടത്. ഇത് എൻ്റെ സജഷൻ ആട്ടോ, ഒരിക്കലും ഇങ്ങനെ തന്നെ പോയി സെലക്ട് ചെയ്യണമെന്ന് അല്ലട്ടോ ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള എൻ്റെ ഒരു അനാലിസിസ് ആണ് ഞാൻ ഇതിലൂടെ പറയുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ ആണെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യേണ്ട സോണ്, നിങ്ങൾ OBC കാറ്റഗറി ആണെങ്കിലും അൺറിസർവ്ഡ് ആണെങ്കിലും എല്ലാം നിങ്ങൾ ചൂസ് ചെയ്യേണ്ട സോണ് ചെന്നൈ സോണാണ്. ബാംഗ്ലൂർ സോൺ എന്ന് പറയുന്നത് അൺറിസർവ്ഡ് കാറ്റഗറിയിൽ നിങ്ങൾക്ക് പരിഗണിക്കാം, പക്ഷേ അതൊരു വലിയ നമ്പറിലേക്കൊന്നും എത്തിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിനെ
ചെന്നൈയെക്കാട്ടിലും ബെറ്റർ ആയിട്ടുള്ളത് ചെന്നൈ തന്നെ ചൂസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഇനി ഞാൻ സെക്കന്ദരാബാദ് സോൺ എടുക്കുന്നില്ല, അവിടെയും വേക്കൻസീസ് വളരെ കുറവാണ്. മാത്രമല്ല ഡിസ്റ്റൻസ് വൈസ് അത്രയും ദൂരം പോയിട്ട് നമുക്ക് ഈ ഒരു ചെന്നൈ സോണിലോ അല്ലെങ്കിൽ ഈ സോണിലോ ലഭിക്കുന്ന ഒരു പ്രിഫറൻസ് അവിടെ ലഭിക്കുന്നില്ല, അതായത് വേക്കൻസി അവിടെ ലഭിക്കുന്നില്ലാത്തതുകൊണ്ട് ഞാൻ സെക്കന്ദരാബാദ് സോൺ കൺസിഡർ ചെയ്യുന്നില്ല. പിന്നീട് ഞാൻ എൻ്റെ കൺസിഡറേഷനിൽ വെക്കുന്നത് 2 സോണുകളാണ്. അത് നിങ്ങളുടെ മൈൻഡിലേക്ക് ഞാൻ വെക്കുകയാണ്. അതർ സോൺസ് നിങ്ങൾക്ക് പരിഗണിക്കാവുന്ന മറ്റ് 2 സോൺസുകൾ, ഒന്ന് RRBയുടെ കൊൽക്കത്ത സോണ് 628 ഒഴിവുകളും, അതേപോലെ തന്നെ RRBയുടെ മുംബൈ സോണിൽ 434 ഒഴിവുകളുണ്ട്. അപ്പോൾ ഈ 2 സോൺസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പരിഗണിക്കാവുന്നതാണ്. വേക്കൻസി കൂടുന്നതിനനുസരിച്ച് നമ്പർ ഓഫ് അപ്ലിക്കൻസ് ഒക്കെ കൂടുതലായിരിക്കും, അതിലൊന്നും സംശയമില്ല. പക്ഷേ എങ്കിൽ വേക്കൻസി കൂടിക്കഴിഞ്ഞാൽ ഒരു അഡ്വാൻറ്റേജ്, നിങ്ങൾ എക്സ്ട്രീം ലെവലിൽ പ്രിപ്പയർ ചെയ്യാന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഏത് ഡിഫറെൻറ്റ് പോസ്റ്റുകളാണെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ കൊൽക്കത്തയിലൊക്കെ ആണെങ്കിൽ മെട്രോയിലടക്കം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, പോസ്റ്റ് കിട്ടുന്നുണ്ട്. അതേപോലെ മുംബൈയിലും ഞാൻ പറഞ്ഞ പോലെ തന്നെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 24 അവേഴ്സിൽ നിങ്ങൾക്ക് എത്തിപ്പെടാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും ഒരു ഫ്ലൈറ്റ് പിടിച്ചെത്താവുന്ന ദൂരത്തിൽ തന്നെയാണല്ലേ. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഡു ഓർ ഡേ സിറ്റുവേഷനാണ്. ഈ വർഷം തന്നെ ഒരു സർക്കാർ ജോലി നിർബന്ധമായിട്ട് നേടിയെടുക്കണം, നമുക്ക് ദൂരെ ഒരു പ്രശ്നമല്ല, ഫ്ലൈറ്റ് ഒന്നും ഒരു പ്രശ്നമല്ല എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ചൂസ് ചെയ്യാൻ പറ്റിയ 2 സോൺസാണ് RRBയുടെ കൊൽക്കത്ത സോണും RRBയുടെ മുംബൈ സോണും. ഇതാണ് നിലവിലെ സോൺ അനാലിസിസിൽ എനിക്ക് നിങ്ങളുമായിട്ട് സജസ്റ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലേ, തുടക്കം മുതൽ ഫാക്ടേഴ്സിനെ കുറിച്ചും അതേപോലെ തന്നെ ഡിഫറെൻറ്റ് സോൺസിനെ കുറിച്ചും നിങ്ങളുടെ പ്രയോറിറ്റികളെ കുറിച്ചും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്നെല്ലാം നിങ്ങൾ അനലൈസ് ചെയ്തിട്ട് നിങ്ങളൊരു സെൽഫ് ഡിസിഷൻ എടുക്കുക. അപ്പോൾ അതിലേക്കുള്ളൊരു ഹെൽപ്പ് മാത്രമാണ് ഈ ഒരു വീഡിയോ. ഒരിക്കലും ഇതെന്തല്ല, ഇതൊരു ക്ലിയർ ഇൻഡിക്കേഷൻ നൽകുകയല്ല, നിങ്ങൾക്കൊരു ഹെൽപ്പാണ്. അതായത് നിങ്ങൾ തന്നെയാണ് ചൂസ് ചെയ്യേണ്ടത്, നിങ്ങളുടെ പ്രയോറിറ്റി എന്താണ്, നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന സോൺ ഏതാണ്, എങ്ങനെയാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ അപ്ലൈ ചെയ്തതിന് ശേഷം തീർച്ചയായിട്ടും നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ എക്സാം ക്രാക്ക് ചെയ്തെടുക്കേണ്ടത്, എങ്ങനെയാണ് എഫക്റ്റീവായിട്ട് പഠിക്കേണ്ടത്, ഏറ്റവും മികച്ച ഗൈഡൻസോട് കൂടി നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, കഴിഞ്ഞ പ്രാവശ്യം കേരളത്തിൽ ഏറ്റവും കൂടുതൽ RRB JEE റിസൾട്ട് ഉണ്ടാക്കിയിട്ടുള്ള പ്ലാറ്റ്ഫോമാണ് എൻട്രി. അപ്പോൾ 25ലധികം ഉദ്യോഗാർത്ഥികൾ ഇന്ന് RRB ജൂനിയർ എഞ്ചിനീയേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഏറ്റവും മികച്ച വിജയം നിങ്ങളിലൂടെ ഇത്തവണ ഞങ്ങൾക്ക് നേടിയെടുക്കാമെന്നുള്ള പ്രതീക്ഷയുണ്ട്. അപ്പോൾ അതിനുവേണ്ടി താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫിൽ ചെയ്താൽ ഞങ്ങളുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഏറ്റവും പുതിയ ബാച്ചിൽ തന്നെ ജോയിൻ ചെയ്ത് നിങ്ങളുടെ പ്രിപ്പറേഷൻ ഇന്ന് തന്നെ ആരംഭിക്കാം. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.